ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2023-24 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഥവാ ഇന്ന് നടന്ന അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവിടെ ആൻസേഴ്സും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇക്രോൽ ഫിക്ര വാജിബ്. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തതാണ്. ഒന്നാമത്തേത് ലിദ്ദു കലിമത്ത് കെബീർ. കെബീർ എന്നതിൻ്റെ ലിദ് എഴുതാൻ, ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സ്വഈർ എന്നാണ്. ഓക്കെ, സ്വഈർ എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കെബീർ എന്ന് പറഞ്ഞാൽ ബിഗ്, സ്വഈർ എന്ന് പറഞ്ഞാൽ സ്മോൾ. സ്വഈർ ഫസ്റ്റ് ലൈനിൽ തന്നെ കാണുന്നുണ്ട്, അന സ്വഈർ. അപ്പോൾ അവിടുത്തെ സ്വഈർ എന്നതാണ് ആൻസറായിട്ട് വരുന്നത്. 2 ജം കലിമത്ത് സെത്തുർ. സെത്തുർ എന്നതിൻ്റെ ജം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ സുത്തൂർ എന്നാണ് അതിൻ്റെ ആൻസർ. സുത്തൂർ എന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ വരിയിൽ അസീറു ബൈന സുത്തൂർ. മൂന്നാമത്തേത് മുത്തറാദിഫു കലിമത്ത് ജിസ്മ്. ജിസ്മ് എന്നതിൻ്റെ മുത്തറാദിഫ് എഴുതാൻ, സെയിം മീനിങ് വരുന്ന പദം എഴുതാനാണ്, അഥവാ ബദിൻ എന്നതാണ് ശരിയായ ആൻസർ. അന സ്വഈറു ബദിൻ, അവിടുത്തെ ബദിൻ എന്നതാണ് ശരിയായ ആൻസർ. നാലാമത്തെ ചോദ്യം മുഫ്രദ് കലിമത്ത് അൻവാർ. അൻവാർ എന്നതിൻ്റെ മുഫ്രദാണ് എഴുതേണ്ടത്. അൻവാർ എന്നത് ജം ആണ്. അൻവാർ എന്ന് പറഞ്ഞാൽ പ്രകാശങ്ങൾ എന്നാണ് അർത്ഥം. അതിൻ്റെ മുഫ്രദായിട്ട് വരുന്നത് നൂർ എന്നതാണ്. അഞ്ചാമത്തേത് ഐന യസീറു കലം. എവിടേക്കാണ് കലം സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട് അസീറു ബൈന സുത്തൂരി ബി മദാദിം മിന്നൂർ. അപ്പോൾ ബൈന സുത്തൂരി ബി മദാദിം മിന്നൂർ എന്നതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മൻ അന, ആരാണിത്, ആരാണ് ഞാൻ, അന അൽ കലം. അപ്പോൾ അവിടെ കലമാണ് ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. അജ്ബൻ ഇസ്നേനി ഫക്കത്. ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള വരി പ്രസ്താവനയ്ക്കനുസരിച്ച് വരി കണ്ടെത്താനാണ്. അൽ ഇൻസാനു സയ്യുസീർ സുൽത്താനം ബി അഫ്കാരിഹി വ ആലിമം ബി മഅലൂമാത്തിഹി. ഇതിന് അനുയോജ്യമായ വരി എന്ന് പറയുന്നത് അവസാനം കൊടുത്തിട്ടുള്ള വരിയാണ്. ബിൽ ഫിക്രി വബിൽ ഇൽമി യസീറുൽ മർഉ സുൽത്താനൻ എന്നതാണ് ശരിയായ ആൻസറായിട്ട് വരുന്നത്. ഇനി 8ാമത്തേത് റത്തിബ് കലിമാത്തി ഹത്താ തസീറുൽ ജുംല. ഒരു മീനിങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കിട്ടുന്ന പോലെ നിങ്ങളോടിത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത് എഴുതേണ്ടത് അൽ ആലമു ബൈന അത്റാഫിൽ അനാമിൽ എന്നതാണ് ശരിയായത്. ഭാഗമായിട്ട് വരുന്നത് അന അനീസുൽ ഇൻസാൻ എന്നുള്ളതാണ്, ഞാൻ മനുഷ്യൻ്റെ കൂട്ടുകാരനാണ് എന്നുള്ളതാണ്. ഇനി 9ാമത്തേത് കമ്മിൽ അൽ ഫറാ മിമ്മ ബൈനൽ കൗസേനി. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരമാണ് കണ്ടെത്തി എഴുതേണ്ടത്. അൽ കിത്താറു, തീവണ്ടി എന്ന് പറയുന്നത് ഡാഷ് മിൻ ഹാഫില, ഹാഫിലയേക്കാൾ ബസ്സിനേക്കാൾ എന്താണ്, ജമീൽ ഭംഗിയുള്ളതാണ്. അസ്റാഉ സ്പീഡുള്ളതാണ്. സ്വഈർ ചെറുതാണ്. ഏതാണ് ശരി, അസ്റാഉ എന്നുള്ളതാണ് ശരി, സ്പീഡുള്ളതാണ്. ഇനി ഉംരി, എൻ്റെ വയസ്സെന്ന് പറയുന്നത് 14 അവിടെ 14 എന്നുള്ളതാണ്. അപ്പോൾ എന്താ വരേണ്ടത്, അവിടെ ആമൻ എന്നുള്ളതാണ് വരേണ്ടത്, മുദക്കറാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ആമൻ എന്നുള്ള 2ാമത്തെ ഓപ്ഷനാണ് ശരിയായത്. ഇനി 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിൽബിൽ മുനാസിബ്, യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അസ്മൗ ബിദൂനി ഉദിൻ വ അക്ദിറു അലൽ ഇൻഷാദി വ തകല്ലവു മാൽ ബായിദ്. എന്താണ്, എനിക്ക് ശരീരമില്ല, എനിക്കെല്ലാം കേൾക്കാൻ കഴിയും, അതുപോലെ തന്നെ എനിക്ക് പാട്ട് പാടാനും കഴിയും, എനിക്ക് ദൂരെയുള്ളവരോട് സംസാരിക്കാനും കഴിയും. അതെന്താണ്, അൽ ജവ്വാലാണ്, ഫോണാണ്. അപ്പോൾ അവസാനത്തെ ജവ്വാൽ എന്നുള്ളതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. അന മുസ്തീറുൽ ജിസ്മി യുഹിബുനി അത്ഫാൽ. എനിക്കൊരു ശരീരമൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഏതാണിത്, ഖുറത്താണ്, ഖുറ എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തേത് അന സ്വദീഖുൽ ഇൻസാനി വ ഹസാനത്തുൽ മാലൂമാത്ത്. ഞാൻ ജനങ്ങളുടെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ വിശ്വസ്തനാണ്, അതുപോലെ എന്നിൽ നിന്ന് ഒരുപാട് മാലൂമാത്ത് അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. അതെന്താണ്, കിതാബാണ്. കിതാബ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 11ാമത്തെ നോക്കൂ, തർജിമില ലോത്തിക്ക. നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്, വിവർത്തനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വസല തൊബീബു ഇലൽ മുസ്തഷ്ഫ. ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. ഓക്കെ, ഇനി തവക്കുൽ കർമാൻ കാത്തിബത്തും വ സിഹാഫിയും. തവക്കുൽ കർമാൻ എന്ന് പറയുന്നത് എഴുത്തുകാരനും വ സിഹാഫിയും അതുപോലെ തന്നെ പ്രവർത്തകയുമാണ്. ഇനി അൽ ഇൽമു നൂറുൻ. ഇൽമു എന്ന് വിജ്ഞാനം എന്ന് പറയുന്നത് പ്രകാശമാണ്. ഓക്കെ, ഇത് 3ഉമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 12ാമത്തെ ചോദ്യം യഖ്തറിമിൽ ആത്തിയ ഈജാബിയാത്തിൽ വസായിലുൽ ഇജ്തിമായിയ. സോഷ്യൽ മീഡിയാസിൻ്റെ ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതൊക്കെയാണെന്ന് പറയാം. നഖ്ലുൽ മാലൂമാത്ത് 2ാമത്തെ ഓപ്ഷൻ, അഥവാ അറിവുകളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ തക്സീറുൽ മസാഫാത്ത്, അതും ഒരു ഈജാബിയാത്താണ്.
ഇനി അടുത്തത് തക്രീബ് ബായിദ്, ദൂരം ഇല്ലാതാക്കും, ദൂരത്തെ എടുത്തേക്ക് മാറ്റുന്നത്, ദൂരം ഇല്ലാതാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് 3 അവിടെ ശരിയായിട്ട് ആൻസർ വരേണ്ടത്. അടുത്തത് 13ാമത്തെ ചോദ്യം, ആയിദൽ ഇസ്തിഫാമുൽ മുക്കാബല മാ സയ്യിദ് കൈലാസ് സത്യാർത്ഥി. കൈലാസ് സത്യാർത്ഥിയുമായിട്ടുള്ള ഒരു അഭിമുഖ ചോദ്യാവലിയാണ് തയ്യാറാക്കേണ്ടത്. നമ്മൾ ഇന്നലെ മോഡൽ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന്. അപ്പോൾ എന്തൊക്കെ ചോദിക്കാം? മാ ഇസ്മുൽ കാമിൽ, എന്താണ് നിങ്ങളുടെ മുഴുവൻ പേര്? മാ ജിൻസിയത്തുക, എന്താണ് നിങ്ങളുടെ ജിൻസിയത്തിക്ക, നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണ്? പിന്നെ അയിന ഹസൽത്തു ജായിസത്തു നോബൽ, എപ്പോഴാണ് നിങ്ങൾക്ക് നോബൽ സമ്മാനം കിട്ടിയത്? പിന്നെ മാ ഇസ്മു വാലിദിക്ക ഓർ മാ ഇസ്മു വാലിദത്തുക്ക എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 14ാമത്തെ ചോദ്യം, കമ്മിൽ മന്ദൂബാമി മുനാസിബാമിൻ കൗസൈൻ, താഴെ ബ്രാക്കറ്റിലുള്ളത് വെച്ചിട്ട് ഈ ഒരു പോം പൂരിപ്പിക്കാനാണ്, കവിത പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെഹ്നു അബ്ദാലുൽ ബിലാദ്, നെഹ്നു ഔലാമുൽ ബിലാദ്. അടുത്ത എന്ത് എഴുതാം? നെഹ്നു അബ്നാഉൽ ബിലാദ്, നെഹ്നു ഔലാദുൽ ബിലാദ്. അങ്ങനെ ഇത് ഓരോന്നും വെച്ചിട്ട് നെഹ്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓരോന്നും വെച്ചിട്ട് എഴുതിയാൽ മതി. അടുത്തത് നോക്കൂ, ഇക്രോൽ ഫിക്ര വലത് ബിൻതൻ മക്കാന വലതൻ. ഇവിടെ തന്നിട്ടുള്ള ഫിക്രയിൽ വലതാണുള്ളത്, ആ വലത് മാറ്റിയിട്ട് അതിനെ ബിൻതൻ എന്നാക്കിയിട്ട് എഴുതണം, അഥവാ മുസക്കർ മുഅന്നസ് ആക്കിയിട്ട് എഴുതണം. റഅയ്തു വലതൻ, അവിടെ എന്താണ് വരേണ്ടത്? കുട്ടി കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ റഅയ്തു ബിൻതൻ യംഷി ഫിസ്സൂക്കി, അവിടെ എന്താ വരേണ്ടത്? തംഷി ഫിസ്സൂക്കി. വഹിയ തബീഉ ഫവാക്കിഹ ജിസ്മുഹ നഹീലുൻ വലൗനുഹ അസ്മർ. അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി 16ാമത്തെ നോക്കൂ, ഇക്ര തർജുമത്തിൽ ഹയാത്ത് വൈക്കം മുഹമ്മദ് ബഷീർ വാൻഷെ മിൻഹ സലാസത്ത അസ്ഇല. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു തർജുമത്തിൽ ഹയാത്ത് തന്നിട്ടുണ്ട്, അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. 1ാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് മൻ. അപ്പോൾ മൻ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം? മൻ വൈക്കം മുഹമ്മദ് ബഷീർ, മൻ ഹുവ വൈക്കം മുഹമ്മദ് ബഷീർ, ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ? ഇനി മാ വെച്ചിട്ട് എന്തുണ്ടാക്കാം നമുക്ക്? മാ ഇസ്മു കാമിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മത്ത ഉലിത വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം എപ്പോഴാണ് ജനിച്ചത്? അയിന് ഉലിത വൈക്കം മുഹമ്മദ് ബഷീർ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് റാ ഫുആദുൻ സ്വദീഖഹു അഹമ്മദ് ഫിസ്സൂക്കി വഹുവല്ലം യസ്ഹബിലൽ മദ്രസത വയബിഉ അക്കിയാസും ഫിസ്സൂക്കി. ഫുആദ് തൻ്റെ കൂട്ടുകാരനായ അഹമ്മദിനെ കണ്ടു സൂക്കിൽ വെച്ചിട്ട്. അവൻ മദ്രസയിലേക്ക് വന്നിരുന്നില്ല, അവനെന്താണ് കീശ വിൽക്കുന്നതായിട്ട് സൂക്കിൽ കണ്ടു. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഹിവാറാണ് എഴുതേണ്ടത്. അപ്പോൾ ഫുആദ് ചോദിക്കും, സലാം പറയും, അഹമ്മദ് സലാം പറയും. അപ്പോൾ അതിന് ശേഷം ചോദിക്കും, നീ എന്തുകൊണ്ടാണ് അല്ലേ ലിമ ലം തബ്ഹബിൽ മദ്രസ, നീ എന്താണ് മദ്രസയിലേക്ക് വരാത്തത്? അപ്പോൾ അവൻ എന്ത് പറയും? അല്ല മാഫി മുഷ്കിൽ, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ വീണ്ടും ചോദിക്കും, നീ എന്താണ് ഇതിൽ വിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി അടുത്തത് റാജെ ജദുവൽ വാജിബിൻ അസില. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്. 1ാമത്തേത് വുലിദ കൈലാസ് സത്യാർത്ഥി ഫി, എവിടെയാണ് കൈലാസ് സത്യാർത്ഥി ജനിച്ചത്? ഇതിൽ എവിടെയാണെന്നാണ് കൈലാസ് സത്യാർത്ഥി ആദ്യം കണ്ടുപിടിക്കണം. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് മക്കാനുൽ മീലാദ് മധ്യപ്രദേശാണ്. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഫി മധ്യപ്രദേശ് എന്നുള്ളതാണ്. 2ാമത്തേത് തവക്കുൽ അബ്ദുൽ സലാം കർമാൻ ഡാഷ് ജിൻസിയ, അദ്ദേഹം ഈ നാഷണാലിറ്റിയാണ്. ഏതാണ്? തവക്കുൽ അബ്ദുൽ സൽമാൻ എന്ന്, തവക്കുൽ അബ്ദുൽ സലാം എന്ന് പറയുന്നത് യമാനിയാണ്. അപ്പോൾ അവിടെ യമാനിയ എന്നാണ് എഴുതേണ്ടത്. ഇനി വുലിദത്ത് നവാൽ മുഹിനി സന, നവാൽ മുഹിനി ജനിച്ചത് എന്നാണ്? അദ്ദേഹത്തെ നോക്കൂ, 1948. അപ്പോൾ അവിടെ 1948 എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നവാൽ മുഹിനി ഷാഇറൻ, അദ്ദേഹം ഒരു കവിയാണ്. ഏത് കവിയാണ്? അദ്ദേഹം മിസ്രി കവിയാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.